നമ്മൾ സഞ്ജു വിശ്വനാഥ് സാംസണിനെയും തിലക് വർമ്മയും എല്ലാം അവരുടെ മാസ്മരിക പ്രകടനത്തിന്റെ പേരിൽ വാനോളം പുകഴ്ത്തുമ്പോൾ ഒരിക്കലും പുകഴ്ത്താൻ മറന്നുപോകാൻ പാടില്ലാത്ത ഒരു പേരുകാരൻ കൂടിയുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് സെൽഫ്ലെസ് ക്രിക്കറ്റർ ഇൻ ദ ഹെവർ സീൻ ഹിസ്റ്ററി ഓഫ് ദി ഗെയിം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, നിങ്ങൾ ഈ ചാനൽ ആദ്യം മുതൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ അന്ന് വന്ന് എപ്പോഴും ഈ സൂര്യകുമാർ യാദവിന്റെ സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട്. അതേ നിസ്വാർത്ഥത തന്നെയാണ് ഈ രണ്ട് താരങ്ങളുടെയും ഉദയത്തിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടി വരും. കാരണം തന്റെ ബാറ്റിംഗ് ഓർഡർ പൊസിഷൻ സന്തോഷപൂർവ്വം തിലക് വർമ്മ എന്ന യുവതാരത്തിന് മിന്നിത്തിളങ്ങാനുള്ള അവസരമാക്കി നിസ്വാർത്ഥമായി നൽകുന്നതിന് സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. സഞ്ജു വിശ്വനാഥ് സാംസൺ ഈ ഒരു സീരീസിലെ തന്റെ ആദ്യ സെഞ്ചുറി നേടിയ ശേഷം തിലക് വർമ്മ സൂര്യകുമാർ യാദവ് തനിക്ക് നൽകുന്ന സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത്രമാത്രം നിസ്വാർത്ഥനായ ഒരു ക്രിക്കറ്റർ വേറെ ഉണ്ടായിരിക്കില്ല. കാരണം അവൻ അന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കളിക്കുന്ന സമയം തൊട്ടേ ഞാൻ സൂര്യകുമാർ യാദവിന്റെ ഫാനാണ്. ഞാൻ തുറന്നു പറയാൻ, ഞാൻ ഗൗതം ഗംഭീറിന്റെ ഫാനാണ്. ഗൗതം ഗംഭീറിന്റെ ഫാൻ ആയതുകൊണ്ട് തന്നെ ഗൗതം ഗംഭീറിന്റെ ലെഫ്റ്റനന്റ് എന്ന് അന്ന് തന്നെ ഗൗതം ഗംഭീർ തിരിച്ചറിഞ്ഞ് വിശേഷിപ്പിച്ച താരമാണ് സൂര്യകുമാർ യാദവ്. പലതവണ സൂര്യകുമാർ യാദവിനെ ടീമിൽ എടുക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി ഗൗതം ഗംഭീർ അന്നേ ശബ്ദമുയർത്തിയിട്ടുണ്ട്. അന്ന് തന്നെ സൂര്യകുമാർ യാദവിന് ഒരു സ്റ്റാർട്ട് പെഡലിംഗ് സ്റ്റേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തതിന്റെ കുറ്റബോധം മാത്രമേ തനിക്കുള്ളെന്ന് പലതവണ ഗംഭീർ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ സ്റ്റാറ്റ് ഇല്ലെങ്കിൽ പോലും ഗൗതം ഗംഭീറിന്റെ വൈസ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആയിരുന്നു. എന്തുകൊണ്ട് അധികം സ്റ്റാറ്റ് ഇല്ലാത്ത ഒരു താരത്തിനെ ഗൗതം ഗംഭീർ വൈസ് ക്യാപ്റ്റനായി നിയമിച്ചു എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി അവൻ ടീമിന് വേണ്ടി നൽകുന്ന കമ്മിറ്റ്മെന്റ് തന്നെയായിരുന്നു. നിസ്വാർത്ഥനാണ്. സ്വയം സ്റ്റാറ്റ് ഉയർത്താൻ അവൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. സ്വന്തമായിട്ട് ബാറ്റിംഗ് ഓർഡറിൽ ഒരു പൊസിഷൻ പോലും ഇല്ലാത്ത ആളായിരുന്നു KKRന്റെ വൈസ് ക്യാപ്റ്റൻ അവരുടെ കിരീട ജേതാവുന്ന സമയത്ത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KKRന് ആവശ്യമുള്ള പൊസിഷനുകളിൽ ആവശ്യാനുസരണം സൂര്യ ഇറങ്ങിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് പുള്ളിക്കൊരു പെർമനന്റ് ബാറ്റിംഗ് സ്പോട്ട് ലഭിച്ചില്ല. പക്ഷേ മുംബൈ ഇന്ത്യൻസിലേക്ക് വന്നപ്പോൾ ഒരു സ്പോട്ട് ലഭിച്ചു. ആ സ്പോട്ടിൽ അവൻ തിളങ്ങി. പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നമ്മൾ സഞ്ജു വി സാംസൺ ആണ് ഒരുപാട് അവഗണിക്കപ്പെട്ടത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലുമല്ല. സഞ്ജു വിശ്വനാഥ് സാംസൺ അവഗണിക്കുന്നതിനേക്കാൾ കൂടുതൽ വളരെ ക്രൂരമായി, ഏറ്റവും ക്രൂരമായി അവഗണിക്കപ്പെട്ടിട്ടുള്ളത് സൂര്യകുമാർ യാദവ് തന്നെയാണ്. അത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അവഗണനകൾ നേരിട്ടിട്ടുള്ള താരം സൂര്യകുമാർ യാദവ് ആയിരിക്കും. ഒടുവിൽ തനിക്ക് അവസരം T20യിലേക്ക് മാത്രമായി വീണ് കിട്ടിയപ്പോൾ ലോക ചരിത്രത്തിൽ മറ്റാർക്കും മത്സരിക്കാൻ കഴിയാത്ത വിധം ഡോമിനേഷൻ അദ്ദേഹം T20യിൽ കാഴ്ചവെച്ചു. വളരെ മികച്ച ഫോമിൽ നിൽക്കുമ്പോൾ T20യിൽ തന്റെ സ്റ്റാറ്റുകൾ സംരക്ഷിച്ച് നിർത്തേണ്ട അവസ്ഥയിൽ പോലും അദ്ദേഹം യുവതാരങ്ങൾക്ക് അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടവർക്ക് വഴിയൊരുക്കാൻ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ മനുഷ്യന്റെ മഹത്വമാണ്. തീർച്ചയായിട്ടും സഞ്ജു വിശ്വനാഥ് സാംസന്റെയും തിലക് വർമ്മയുടെയും ഈ പ്രകടന പരിധിക്ക് പിന്നിൽ സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റന്റെ നിസ്വാർത്ഥമായ മനോഭാവവും തന്റെ താരങ്ങളിലുള്ള വിശ്വാസവും കൂടി എടുത്തു പറയേണ്ടത് തന്നെയാണ്. സൂര്യ നിസ്വാർത്ഥനായ ഒരു ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് സഞ്ജുവിനിപ്പം തുടർച്ചയായിട്ട് അവസരങ്ങൾ ലഭിക്കുന്നതും തിലക് വർമ്മയ്ക്ക് 3-ാം നമ്പറിൽ ഇറങ്ങാൻ കഴിയുന്നതും. എല്ലാത്തിനും ഒരേ ഒരു കാരണക്കാരൻ, അവൻ പേര് സൂര്യ.